ബിഗ് ബോസ് മലയാളം സീസൺ 8 അങ്ങനെ ബിഗ് ബോസിൻ്റെ 8ാമത്തെ സീസണ് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ വരാൻ സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിനെ പറ്റിയുമാണ്. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ ഒരു സർപ്രൈസിന് ബിഗ് ബോസ് ഒരു സാധ്യത ഒരുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാം. എന്തൊക്കെയാണെങ്കിലും അധികം ഡിലേ വരുത്താതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് മാസമായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് അധികം വൈകാതെ തന്നെ ഏകദേശം മെയ് ജൂൺ മാസങ്ങളിൽ ഏകദേശം നമുക്ക് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 8 പ്രതീക്ഷിക്കാം. അതിന് മുമ്പ് വരാനായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഈ ഒരു സമയത്ത് ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന അണിയറ പരിപാടികളൊക്കെ തകൃതിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മലയാളം സീസൺ സ്വന്തമായിട്ടൊരു സെറ്റ് വാങ്ങിയ സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു സീസൺ ഒരുക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നമുക്ക് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8 കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സീസണിൽ വരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിൻ്റെ പേര് ഞാൻ പറയാം. അതിനകത്ത് തന്നെ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ LGBTQIA കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ജാസിൽ ജാസി ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വരുന്ന സമയത്ത് ഏറ്റവും അധികം ബിഗ് ബോസ് വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ പേര് ഞാൻ പറയുന്നത് രാഹുൽ ഈശ്വർ ആയിരിക്കും. ഈ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും രാഹുൽ ഈശ്വറിനെ ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടവരായിരിക്കും നിങ്ങൾ. രാഹുൽ ഈശ്വറും ഈ ഒരു സീസണിൻ്റെ ഭാഗമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രേഖ രതീഷാണ്. രേഖ രതീഷിനെ ബന്ധപ്പെട്ടുകൊണ്ടും ഒത്തിരി കോൺട്രവേഴ്സീസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. രേഖ രതീഷിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ പേര് ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആയിരിക്കും. സന്തോഷ് പണ്ഡിറ്റും ഈ ഒരു 2026-25 വർഷങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയാക്കപ്പെട്ട ഒരു പേരാണ്. സന്തോഷ് പണ്ഡിറ്റിനും ഈ ഒരു സീസണിലൊരു അവസരം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ പേര് പറയുന്നത് തൊപ്പിക്ക് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. അതായത് തൊപ്പിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ തൊപ്പി ബിഗ് ബോസിൽ എങ്ങനെയായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അറിയാനായിട്ട് ബിഗ് ബോസിനും ജനങ്ങൾക്കും ഒരുപോലെ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൊപ്പിയെ കൊണ്ടുവരാനായിട്ടും സാധ്യത കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ഒരു ബ്യൂട്ടി വ്ളോഗറായിട്ടുള്ള ഗ്ലാമി ഗംഗയാണ്. ഗ്ലാമി ഗംഗയും ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ 2025 വർഷം ഏറ്റവും അധികം കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാമി ഗംഗയും ഈ പ്രാവശ്യം ബിഗ് ബോസ് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഏഴാമത്തെ പേര് പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലി യൂട്യൂബ് ചാനലിലെ പൊന്നൂസ്, അതായത് ഈ പറയുന്ന സുജിനും പൊന്നൂസും തമ്മിൽ ഡിവോഴ്സ് ആയ കേസൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പൊന്നൂസിനെ ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റിലും സൂര്യ TV-യിലൊക്കെ ഒത്തിരി സീരിയലുകളിൽ പ്രമുഖ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള യുവാ കൃഷ്ണയെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒൻപതാമത്തെ പേര് പറയുന്നത് ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റൊക്കെ ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ തമ്പുരാട്ടിയെ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുപ്പിക്കും എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ പത്താമത്തെ പേര് പറയുന്നത് ഉപ്പും മുളകും അതുപോലെ തന്നെ ഇപ്പോൾ തട്ടിമുട്ടിയും ഫെയിമൊക്കെ ആയിട്ടുള്ള സിദ്ധാർത്ഥ് പ്രഭു, സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ചയാക്കപ്പെട്ടൊരു പേരാണ് ഈ പറയുന്ന 2025 വർഷം. അപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിനെയും ഈ പ്രാവശ്യം വിളിക്കും എന്ന് തോന്നുന്നു. ഇതിന് മുമ്പത്തെ സീസണിലൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ 11ാമത്തെ പേര് പറയുന്നത് ഉബൈദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ ജനങ്ങളായിട്ട് ഇത്രയും കണക്ട് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന മറ്റു വ്ളോഗേഴ്സ് ഒന്നും ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഉബൈദിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസിൽ വിളിക്കും എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ 12ാമതായിട്ട് പറയുന്നൊരു പേരാണ് ഈ സർവമായ സിനിമ ഫെയിമായിട്ടുള്ള റിയ ഷിബു, അതായത് സർവമായിൽ ദലൂലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന റിയ ഷിബു ഈ 2025 വർഷം ഏറ്റവും അധികം ഈ പറയുന്ന ഒരു ഫെയിമിലെത്തിയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അതുകൊണ്ട് തന്നെ റിയ ഷിബുവിനൊരു അവസരം കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 13ാമത്തെ പേര് പറയുന്നത് രാജീവ് പരമേശ്വരൻ. ഏഷ്യാനെറ്റിലെ സ്വാന്തനം സീരിയലിലെ ബാലേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച രാജീവിനെയും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 14ാമത്തെ പേര് പറയുന്നത് ഫിലിം ഫോട്ടോഗ്രാഫറും ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഷാലു പയ്യാടിനെയും ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് സീസൺ 8 വിളിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന സിനിമയിലൊക്കെ ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്.
അപ്പോൾ അടുത്തതായിട്ട് 15ാമത്തെ പേര് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റും ബൈജൂസ് വ്ളോഗ്. ബൈജൂസ് വ്ളോഗിലെ ബൈജു ചേട്ടൻ നല്ലൊരു പക്ക എൻ്റർടൈനറാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മെറ്റീരിയലാണ് പുള്ളിക്കാരൻ. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 വിളിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ബൈജു ചേട്ടൻ. അപ്പോൾ അടുത്തതായിട്ട് ഏറ്റവും അവസാനം നമ്മൾ പറയുന്നത് ഹെലനോസ് പാട്ട. ഹെലനോസ് പാട്ട നമുക്കറിയാം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ വർഷവും ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺട്രവേഴ്സി ക്രിയേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യമെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 8 കൊണ്ടുവരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഏകദേശം 15ഓളം വരുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേരുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ഒരു പേരുകളൊക്കെ എടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന 2025-26 വർഷങ്ങളിലെ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും അധികം ജനങ്ങൾ ഈ പറയുന്ന ബിഗ് ബോസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചധികം വ്യക്തികളുടെ പേരാണ് ഈ ഒരു ബിഗ് ബോസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് പ്രഡിക്ഷൻ ലിസ്റ്റ് പോലെ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവരിൽ കുറച്ച് പേരെങ്കിലും ബിഗ് ബോസ് വിളിക്കാനും ഈ ഒരു സീസണിൽ കൊണ്ടുവരാനുമായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ടല്ലോ, അത് മറ്റൊന്നുമല്ല, ഈ ബിഗ് ബോസ് മലയാളം സീസൺ 8 ഈ ഒരു സീസൺ 8 ഒരു ബിഗ് ബോസ് റിവ്യൂവറിനെ ബിഗ് ബോസ് പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കൺഫേം ആയിട്ട് ഞാൻ അറിഞ്ഞൊരു കേസാണ്. ഇനിയിപ്പോൾ അവസാനം എത്തുമ്പോൾ മാറിയോ എന്നൊന്നും എനിക്കറിയില്ല. ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസ് റിയാലിറ്റി ഷോ കാണുന്ന സമയത്ത് ഈ പറയുന്ന റിവ്യൂസൊക്കെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ റിവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് ജനങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നുന്ന കുറച്ച് റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള റിവ്യൂവേഴ്സിൽ നിന്ന് ഒരാൾ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 8 പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിപ്പോൾ ആര് വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയില്ല. ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒത്തിരി റിവ്യൂവേഴ്സ് ഉണ്ട്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ തൊട്ട് ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരെയും ഒത്തിരി യൂട്യൂബേഴ്സ് ഈ പറയുന്ന പോലെ ബിഗ് ബോസിൻ്റെ റിവ്യൂ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ ഇവരിൽ ആര് വരുമെന്ന് എനിക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ പെർ ഡേ 10,000 രൂപ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പെർ ഡേ 20,000 രൂപ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാലും ഇവർക്കതൊരിക്കലും ലാഭമാവില്ല. കാരണം ബിഗ് ബോസ് തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിലൂടെ ഒത്തിരി വ്യൂസും ഒത്തിരി ഫോളോവേഴ്സിനെയൊക്കെ സമ്പാദിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നവരാണ് ഈ പറയുന്ന ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഫേമസ് വ്ളോഗേഴ്സ്. അപ്പോൾ അവരൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ പ്രാവശ്യം ഒരു ബിഗ് ബോസ് റിവ്യൂവറിനെ ഈ ഒരു സീസണിൽ പങ്കെടുപ്പിക്കുമെന്നുള്ളത് ബിഗ് ബോസിൻ്റെ ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. മിക്കവാറും ആരെങ്കിലും ഒരാൾ വരും, ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ വ്ളോഗർ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആരാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് പറഞ്ഞേക്ക്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന 15 കണ്ടസ്റ്റൻസിൽ നിന്ന് 1-2 പേരെയൊക്കെ ബിഗ് ബോസ് തീർച്ചയായിട്ടും ഈ ഒരു സീസൺ 8 ഭാഗമാക്കാനായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ലിസ്റ്റിൽ ഇതിന് മുമ്പുള്ള സീസണുകളിൽ ബിഗ് ബോസ് ഓൾറെഡി വിളിച്ച വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിൻ്റെ ബാക്കപ്പ് പ്രോസസ്സുകളെല്ലാം ഇപ്പോൾ തകൃതിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്